ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേവിഡി ടെയിൽ ടോക്സ്. ചെറുതായിട്ട് തൊണ്ട ഇതായിപ്പോയി, സോറി. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ എല്ലാ വീഡിയോനും കേരള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം റാവീസ് കൊല്ലം കണ്ടു. അതിനുശേഷം കാണാൻ പോകുന്ന ഞാൻ ആ യാത്രയിൽ, കേരള യാത്രയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടൽ, നമ്മൾ താമസിച്ച എല്ലാ ഹോട്ടലും നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് ചില ഇഷ്ടപ്പെടുമല്ലോ, ഒരു രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ചില ഹോട്ടലുകളുണ്ടല്ലോ. ആ ഹോട്ടലുകളാണ് നമ്മൾ മെയിനായിട്ട്, അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു എപ്പിസോഡായിട്ട് എടുക്കണേ. അപ്പോൾ ഇതങ്ങനെ ഒരു എപ്പിസോഡായിരിക്കും, അടിപൊളിയായിരിക്കും. Like a guy who could treat me right. Way oh. Boy, take a chance, will you let me ride? Way oh. I could be the best thing. ഇപ്പോൾ ഞാൻ എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ഈ റിസോർട്ടിലാണ് ഞാൻ ഇന്നലെ ഇവിടെ താമസിച്ചപ്പോൾ ഇത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് വന്നത്. ഇത് കണ്ണൂരുള്ള സ്റ്റേറ്റ് ബീച്ച് റിസോർട്ടാണ്. I could be the best thing in your life. Way oh. Maybe let's take a drive, take a drive. ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് ഞാൻ എല്ലാ വീഡിയോയ്ക്കും ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനോടൊരു വിശ്വാസക്കുറവ് വരാം. പക്ഷേ ഞാൻ അങ്ങനെ എല്ലാ ഹോട്ടലുകളും ഷൂട്ട് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അതിൽ കാണുമ്പോൾ ഞാൻ വാവ് എന്ന് പറയുന്ന ഹോട്ടലുകൾ മാത്രമേ ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ഇത് അങ്ങനത്തെ ഒരു ഹോട്ടലാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞെട്ടിക്കുന്നതാണ്, ഒന്നും പറയാനില്ല. ഇതിൻ്റെ വിഷ്വൽസും ഈ ഹോട്ടൽ എന്താണെന്നും ഉള്ളതെല്ലാമാണ് നമ്മളുടെ ഈ എപ്പിസോഡ് കംപ്ലീറ്റ്. അപ്പോൾ ഒരു കാര്യം ആരും മറക്കണ്ട, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. അപ്പോൾ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ രസകരമായൊരു കഷ്ടപ്പാടാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മളും എൻജോയ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇത് നമ്മളുടെ കണ്ണൂരുള്ള പയ്യാമ്പലം ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഓരോ സാധനങ്ങളും, ഇതിൻ്റെ ഓരോ എന്താ പറയണേ, ഈ കംപ്ലീറ്റ് ബിൽഡിംഗ് അടക്കം എല്ലാത്തിനും ഒരു ഇംഗ്ലീഷ് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ, ഇതിൽ നമ്മൾ കയറി ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെയുള്ള നമ്മളുടെ താഴെയുള്ള ടൈലുകൾ പോലും ഒരു വുഡൻ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അകത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ റൂമുകളിൽ നിന്നും ബീച്ച് വ്യൂ ഉള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം 14 റൂമുകളേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോൾ വളരെ ഈ മറ്റേ ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്ക് ഡേയ്സിലൊന്നും വന്നാൽ കുഴപ്പമില്ല, പക്ഷേ വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂം കിട്ടാൻ ഭയങ്കര പറയണത് ഉഗ്രൻ ഒരു റെസ്റ്റോറൻ്റ് ആണ്. നല്ല ഫുഡാണ്, അത് പറയാതിരിക്കാൻ വയ്യ. 2 ഷെഫുമാരാണ് ഇവിടെ ഉള്ളത്. ഒന്നെന്ന് പറയണത് ഒരു നേപ്പാളിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ഷെഫ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്. അദ്ദേഹം സീ ഫുഡും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഹായ്, गुड मॉर्निंग, नमस्ते. मैं रोहित प्रसाद भट्ट है। ओके, मैं लॉन्ग टाइम होटल लाइन से कर रहा हूँ। मेरा स्पेशल इंडियन नॉर्थ इंडियन कबाब से है। ओके, हमारा अभी ओपनिंग सून होने वाला है कबाब, स्टेट पीस कबाब। हाँ, प्लीज़ कम एंड एंजॉय विथ योर फैमिली।
താങ്ക് യു. प्लेस भी बहुत अच्छा है. थैंक्स. അതുപോലെ തന്നെ ഇനി ഒരു ഷെഫ് എന്ന് പറയുന്നത് നമ്മളുടെ സീ ഫുഡ് ആൻഡ് കേരള സ്റ്റൈൽ ഫുഡ്. ഇത് രണ്ടും ഞങ്ങൾ ഇന്നലെ ഞാൻ എൻ്റെ പഴയ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിലൊരു വുഡൻ ഫ്ലോറിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവർ പഴയ കപ്പലുകൾ പൊളിച്ച് എടുത്തിരിക്കുന്ന വുഡനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇത് കാലാകാലം എത്ര വർഷം വേണമെങ്കിലും അത് നിലനിൽക്കും. അപ്പോൾ മഴയും വെയിലും ഒക്കെ കൊള്ളുന്നതാണ്. അതുകൊണ്ട് അതൊരു ബുദ്ധിപരമായ നീക്കമായിരുന്നു. ആ വുഡൻ കൃത്യമായിട്ടാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ കസേരകൾ ഓരോന്നിനും ആ വുഡൻ സ്റ്റൈലുകൾ കൊടുത്തിട്ടുണ്ട്. ആ പീസുകൾ വെച്ചിട്ടാണ് ഇവിടുത്തെ ചെയറുകൾ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ആർക്കിടെക്റ്റിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. വളരെ നല്ല രീതിയിൽ ബീച്ചുമായി നന്നായിട്ട് ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ താമസിക്കാൻ മാത്രമല്ല, ചെറിയ കല്യാണങ്ങൾക്ക് പോലും ഇത് കൊടുക്കാൻ പറ്റും. നമുക്കൊരു ബീച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് കല്യാണം, ആ റിസപ്ഷൻ പരിപാടികൾ നടത്താൻ സാധിക്കും. അതും ഒരു രസകരമായ അനുഭവമാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഹാർബർ നമ്മുടെ സ്റ്റേറ്റ് റിസോർട്ടിൻ്റെ മുകളിലത്തെ സ്പേസിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഫുൾ ഏരിയ നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഫുഡ് സപ്ലൈ ചെയ്യും. അതുപോലെ അവിടെ എൻജോയ് ചെയ്യാം. വൈകുന്നേരങ്ങളിൽ കല്യാണം ഒരു റിസപ്ഷൻ നടത്തുവാണെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല. ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് നടത്തുന്നത് പോലെ ഉണ്ടാവും. മഴയില്ലാത്ത സമയത്ത് സെറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അത് ഉഗ്രനായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ എല്ലാ റൂമുകൾക്കും ഒരേ വ്യൂ ആണ്. ബീച്ച് ഫ്രണ്ട് തന്നെയാണ് കിട്ടുക. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് 2 സൈഡിൽ നിന്നും ബീച്ചാണ്. ഇവിടെ വന്ന് ഇതെല്ലാം രാവിലെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ട ഒരു രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് രസകരവും അദ്ദേഹം എടുക്കുന്ന ഒരു റിസ്ക്കും നമുക്ക് കാണേണ്ടതാണ്. ഒരു കടലിൻ്റെ ഒരു ചെറിയ പാറപ്പുറത്ത് നിന്നുകൊണ്ട്, കടൽ ചുറ്റും തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നു, അവിടെ നിന്നുകൊണ്ടൊരു മീൻ പിടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗമാണ്, അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയാണ്. അതും ഒന്നും എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യമാണ്. അദ്ദേഹത്തിന് ഹാറ്റ്സ് ഓഫ്. ആ കഷ്ടപ്പെട്ട് സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. മീൻ പിടിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട്. അതും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ എനിക്ക് തോന്നി. റിസപ്ഷനും വുഡൻ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ ഒരു അടിപൊളി പരിപാടിയാണ്, ഒന്നും പറയാനില്ല.
അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട് കണ്ണൂരിനെ കുറിച്ച് പറയാനുള്ളത്. ചെറുതായിട്ട് മഴയൊക്കെ വന്നു തുടങ്ങി. ഇത് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് പുറത്തായിരിക്കും. ഞാൻ വെറുതെ ഇത് അടിപൊളി അല്ലെങ്കിൽ എൻ്റെ ചില വളരെ എപ്പോഴും ഒരേപോലെ വരുന്ന വാക്കുകളുണ്ട്, പക്ഷെ അതെനിക്ക് മാറ്റാൻ സാധിക്കുന്നില്ല. കാരണം അത്ര അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട് കണ്ണൂർ നിങ്ങൾ എന്തായാലും വരണം. ഒരു ദിവസമെങ്കിലും വന്ന് നിങ്ങൾ അതിൻ്റെ ആ സുഖങ്ങളും ആ രസങ്ങളും ഭംഗികളും ആസ്വദിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ റിലാക്സേഷൻ ആയിരിക്കും. നല്ല മഴ തുടങ്ങി, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ദേവ്ഡി ടെയിൽ ടോക്സ്. ഞാൻ ദേവദാസ് സൈനിങ് ഓഫ്. എന്തൊക്കെയോ പറയുന്നു. സൈനിങ് ഓഫ്. ബൈ.